ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നാപ്പ് കുക്ക്. ഇന്ന് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ സാമ്പാറാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായി വാഷ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും എടുക്കാം. ഇതിൻ്റെ കൂടെ അമരയോ അല്ലെങ്കിൽ ചേനയോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്ത് നമുക്ക് വേറെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിരിക്കാം കുതിരാനായിട്ട്. നമുക്ക് ഇനി അടുത്തതായിട്ട് കുക്കർ എടുക്കാം. അതിലേക്ക് 2 പിടി പരിപ്പ് ഇടാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ പരിപ്പ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതിയാവും. ശേഷം ഇത് മൂടി വെച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇത് കുക്കായി കിട്ടാനായിട്ട് നമുക്ക് ഒരു 4 to 5 വിസിൽസ് മതിയാവും. ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി വിസിൽ മീഡിയം ഫ്ലെയിമിലും വെച്ചാൽ മതിയാവും. വെജിറ്റബിൾസ് എല്ലാം സ്ക്വയർ പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വേവാൻ പാടായ കാരണം ചേന കുറച്ചും കൂടെ സ്മോളർ സൈസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു 5 കൊച്ചുള്ളി എടുക്കുന്നുണ്ട്. അത് മാത്രമല്ല ഒരു 8 to 9 ഗ്രീൻ ചില്ലി എടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇതിന് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ഈ സാമ്പാറിൽ ഇടേണ്ട പൊടികളെല്ലാം ഒരു പാത്രത്തിൽ എടുത്ത് വയ്ക്കാം. ഈ സാമ്പാറിലേക്ക് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ ടർമറിക് പൗഡർ, 2 ഹീപ്ഡ് ആയിട്ടുള്ള ടീസ്പൂൺ ചില്ലി പൗഡർ ചേർക്കാം. 3 ഹീപ്ഡ് ആയിട്ടുള്ള ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ ചേർക്കാം. പിന്നെ 1.5 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്നിട്ട് ഈ വെന്ത പരിപ്പ് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. ശേഷം നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിൽ ഈ വെജിറ്റബിൾസ് ജസ്റ്റ് മുങ്ങി കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 8 പച്ചമുളകാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പാൻ എടുത്ത് എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ പൊട്ടിയ കടുകിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. 2-3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, നൈസായിട്ട് അരിഞ്ഞ് കൊച്ചുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഈ കൊച്ചുള്ളി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഈ വെണ്ടയ്ക്ക ഒന്ന് വഴണ്ട പരുവാകുമ്പോൾ നമുക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം. എടുത്തു വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഈ പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് മൊത്തത്തിൽ നമുക്ക് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയിരിക്കുന്ന പൊടികൾ കുറച്ച് വെള്ളം ആ പാനിലോട്ട് ആഡ് ചെയ്തിട്ട് അതൊന്ന് കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. നമുക്കിനി പ്രഷർ കുക്കർ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത ശേഷം ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ കേട്ടാൽ മതിയാവും. ഇത് നന്നായി കുക്കായി കിട്ടാം. സോ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.